ഓണച്ചിത്രങ്ങൾ ഒരുപാട് പ്രതീക്ഷകളുമായി ഓണച്ചിത്രങ്ങൾ എത്തുകയാണ്. ഇപ്പം തുടക്കം എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മുടെ വിസ്മയ മോഹൻലാൽ ഇന്നലെ അതിൻ്റെ ട്രെയിലറൊക്കെ ലോഞ്ച് ചെയ്ത് നല്ല ഗംഭീര ട്രെയിലറൊക്കെയാണ്. ഓഗസ്റ്റ് 7-ാം തീയതി റിലീസ് ചെയ്യാൻ കേരളം മാത്രമല്ല വേൾഡ് വൈഡ് ആണല്ലോ ഇപ്പോഴത്തെ റിലീസല്ല. അത് കഴിഞ്ഞ ശേഷം പിന്നീട് 14-ാം തീയതി സൂര്യയുടെ പടം, അതിനുശേഷം 20-ാം തീയതി അയാം ഗെയിമും അതുപോലെ തന്നെ ഖലീഫയുണ്ട്. 21-ാം തീയതി നിവിൻ പോളിയുടെ ബദലേം കുടുംബ യൂണിറ്റ്, 26-ാം തീയതി ടോക്സിക്. അങ്ങനെ ഓണച്ചിത്രങ്ങൾ അങ്ങ് റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കാലവർഷം നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാലവർഷം അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം സാധാരണപ്പെട്ട ഓഡിയൻസ് കാണുമ്പോഴാണ് ഒരു സിനിമയുടെ തിയേറ്ററിൽ വന്ന് നിറയുന്നത്. അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം വന്ന് കണ്ടാലൊന്നും സിനിമ ഒരിക്കലും നിറഞ്ഞ സത്യത്തിൽ കേരളത്തിലൊന്നും ഒരിക്കലും നല്ല വിജയം നേടത്തില്ല. നല്ല സിനിമയാണെങ്കിൽ പോലും കാലാവസ്ഥ വലിയൊരു പ്രശ്നമാണ്. ഇപ്പം വെള്ളം ഒരുപാട് പൊങ്ങി ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പം ആൾക്കാർക്ക് ഒരിക്കലും സിനിമ കാണാനുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യത്തില്ല. അത് സാധാരണ ആൾക്കാർക്ക് ഒരു നെഗറ്റീവാണ്. അന്നേരം ഇപ്പം പല സിനിമകളുടെയും റൂമേഴ്സ് വരുന്നുണ്ട്, പല സിനിമകളും മാറ്റിവെക്കും. ഓണച്ചിത്രങ്ങൾ ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സിനിമാ പ്രവർത്തകർക്കിടയിലും ഒരു വലിയൊരു പ്രതീക്ഷയാണ് ഓണച്ചിത്രങ്ങൾ. കാരണം ഇതിനകത്ത് തിയേറ്ററിൽ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നല്ലൊരു സീസണാണ് വരാൻ പോകുന്നത്. ആ സീസൺ നഷ്ടമാകുമോ? എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്കലാപ്പാണ്. ഓഡിയൻസ് എത്തത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം മുന്നോട്ട് പോകുന്ന നമുക്കറിയത്തില്ല. എന്തായാലും ഓണച്ചിത്രങ്ങൾ മാറ്റുമോ? അതെന്തായാലും ഒരു വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ്. ചിലപ്പം ചില ചിത്രങ്ങൾ മാറ്റി വെക്കും എന്നുള്ള സ്ട്രോങ് റൂമേഴ്സ് ഉണ്ട്. നമുക്ക് ഏതാണെന്ന് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ 7-ാം തീയതി വരുമ്പോൾ തുടക്കത്തിന് എത്രമാത്രം ഇത് ഓണച്ചിത്രങ്ങൾ ഈ മഴ ബാധിക്കുന്നത് എങ്ങനെയാണ്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓണച്ചിത്രങ്ങൾ മാറ്റി വെക്കാൻ സാധ്യതയുണ്ടോ? എന്തായാലും നിങ്ങൾ വ്യക്തമായ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക.